ഹലോ, ഇന്നിപ്പോൾ ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ചിക്കനും പൂളിയാണ് കേട്ടോ. ചിക്കനും പൂളിയും നമ്മൾ പല പല സ്റ്റൈലിൽ ഉണ്ടാക്കാറുണ്ട് അല്ലേ. അപ്പം ഞാൻ ഉണ്ടാക്കുന്നൊരു സ്റ്റൈലാണ് കേട്ടോ അത്. നമ്മൾ പാൽപ്പുളി ഉണ്ടാക്കില്ലേ, അപ്പോൾ അതിൻ്റെ വേറൊരു വശം പാലൊഴിച്ച് ചിക്കൻ ഉണ്ടാക്കുക, എന്നിട്ട് അതിലേക്ക് പുളി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഇതാ ഞാൻ 1/2 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് 2 വെല്ലുള്ളിയാണ് കേട്ടോ. 2 വെല്ലുള്ളി നൈസാക്കിയിട്ട് അരിഞ്ഞത്, പിന്നെ അത് വാടാനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഉള്ളി വാട്ടാനിടുക. എന്നിട്ട് നല്ല വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ ഒരു കുടം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ആവശ്യത്തിന് പച്ചമുളക്. തോനെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പച്ചമുളക് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചാണെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു 5 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ നമ്മൾ എരിവിനായിട്ട് കുരുമുളക് പൊടി ചേർക്കുന്നവർക്ക് ചേർക്കാം. എൻ്റെ കയ്യിലില്ലാത്ത കാരണം ഞാൻ ചേർക്കുന്നില്ല. പിന്നെ കൂടുതൽ മസാല പരിപാടികളൊന്നുമില്ല കേട്ടോ ഈ കറിക്ക്. സിമ്പിളാണ് ഉണ്ടാക്കാൻ. പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ മസ്റ്റായിട്ട് വേണം. അപ്പോൾ ഇതാ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ചതച്ചതും കൂടി ഞാൻ ഉള്ളി വാടി വന്നപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ഒന്നും കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ആയതിന് ശേഷമാണ് നമ്മൾ പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ മസാല പരിപാടീസ് ഒന്നുമില്ല. നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 2 ചെറിയ സ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ ആകെ മസാല ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാനതിലേക്ക് 2 ടേബിൾ സ്പൂണില്ല, ആ സ്പൂണ് 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അത്രയേ ഉള്ളൂ കേട്ടോ മസാല ഇതിലേക്ക്. അന്ന് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊന്ന് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്ന് ചൂടാവുന്നത് വരെ ഒന്ന് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനിൽ നമ്മൾ തീരെ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. ഇനി വെള്ളം അടി പിടിക്കുന്നുണ്ടെങ്കിൽ ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അടിക്ക് അങ്ങനെ പിടിക്കില്ല. അപ്പം ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ പാലൊഴിച്ചിട്ടുള്ള കറി ആയത് കാരണം വെള്ളം കൂടുതൽ ഒഴിച്ച ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ കറിക്ക്. അപ്പോൾ ഇത് ചിക്കനൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ചിക്കൻ വെന്ത് വരണം. അപ്പോൾ ചിക്കന് ഒന്നുണ്ട് നല്ലൊന്ന് വെന്തിട്ട് നമ്മളിങ്ങനെ ഈ തവിയിട്ടിങ്ങനെ ഉടച്ചെടുക്കുമ്പോൾ ഉടയണ പരിവാകുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മല്ലിയില ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിതാ കപ്പ പുഴുങ്ങിയത് ഇട്ട് കൊടുക്കുക. തേങ്ങാപ്പാൽ ഒന്നൊരു തിളച്ച് വരുമ്പോഴാണ് കേട്ടോ കപ്പ പുഴുങ്ങിയത് ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ ഓൾറെഡി തന്നെ കപ്പ വേവിച്ച് വെച്ചതുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതൊന്ന് തിളച്ചാൽ മതി. എന്നിട്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. വേറെ മസാലകളൊന്നും ഇട്ട് കൊടുക്കണമെന്നില്ല കേട്ടോ. മല്ലിയില ഇട്ട് കൊടുക്കണമെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റാണ്. ഇനി ഇതാ ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാനിതാ കപ്പ പുഴുങ്ങിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ കപ്പയ്ക്ക് പൂളാന്ന് കേട്ടോ പറയാം. അപ്പോൾ ഇനി അത് പറയുമ്പോൾ ചിലവർക്കത് ഇതാവും. അപ്പോൾ നമ്മൾ മലപ്പുറം എല്ലായിടത്തും പൂളാന്ന് കേട്ടോ പറയാം. അപ്പോൾ എനിക്ക് എപ്പോഴും വായിൽ വരിക പൂളാന്നാണ്. പിന്നെ ഞാൻ കപ്പയെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാ കപ്പ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലൊന്ന് മിക്സ് ആക്കട്ടെ. ഈ മിക്സിങ്ങിലാണ് ഇനി നമ്മുടെ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. നല്ലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ പാൽപ്പൂള ഉണ്ടാക്കുന്നത് പകരം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. അപ്പോൾ ചിക്കനും പൂളിയും പാലൊഴിച്ചിട്ടുള്ള കറിയും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രാവശ്യം ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞ് തൂമിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ വറവിടുന്നതിന് തൂമിക്കുകയെന്ന് കേട്ടോ പറയാം. അപ്പോൾ ഉള്ളി തൂമിച്ചിട്ട് ഉള്ളിയും കറിവേപ്പിൻ്റെ ഇലയും തൂമിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം ഞാൻ വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് ഉള്ളി അരിഞ്ഞിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നമ്മളിതിൻ്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പം അത്രയാണ് നമ്മളെ ഇതിൻ്റെ ഇത്ര പണിയുള്ളൂ കേട്ടോ. എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നമ്മൾ പൂളയും എൻ്റെ കൂടെ എന്ത് കോമ്പിനേഷൻ വന്നാലും നല്ല ടേസ്റ്റാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒന്ന് മിക്സാക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബൈ.